നമുക്ക് അവരെ ബോധ്യപ്പെടുത്തുവാൻ സാധിക്കും. പരസ്പരം ദൈവത്തിന്റെ വചനപ്രകാരം അവരെ പ്രബോധിപ്പിച്ച് ഹാലലുയ ആ കുറവുകളെ അവരെ ബോധ്യപ്പെടുത്തി ദൈവകൃത പ്രകാരം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. ഹാലലുയ അതുകൊണ്ട് തന്നെ ഹാലലുയ ആ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഹാലലുയ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഹാലലുയ മുന്നോട്ട് പോകുക. ഹാലലുയ മറന്നു പോകരുത്. ഹല്ലേലൂയ. സ്ഥിരതയോടെ ഓടുവാൻ ഹല്ലേലൂയ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം ഓട്ടക്കളത്തിൽ അനേകർ ഓടും. ഹല്ലേലൂയ. ഓട്ടക്കളത്തിൽ മത്സരിക്കുന്നവർ അനേകരാണ്. പക്ഷേ അവിടെ നാം നോക്കുമ്പോൾ ഒരു മനുഷ്യന് മാത്രമേ ജയാളിയായി തീരുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ മാത്രമാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ സാധിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെയും അതിന്റെ പിന്നിലാണ് ഫിനിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളമാണ്. ആ ഓട്ടക്കളത്തിൽ നമ്മുടെ ലക്ഷ്യം യേശു കർത്താവ് തന്നെ ആയിരിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. നാം കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ നാമത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിനിടയിൽ ഹല്ലേലൂയ നമ്മുടെ ഓട്ടത്തെ തെറ്റിക്കുവാൻ പലവിധമായിരിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വന്നെന്ന് വരാം. നമ്മുടെ പ്രിയപ്പെട്ടവർ പോലും നമുക്കെതിരായെന്ന് വരാം. ഹല്ലേലൂയ. പലരും നമ്മെ നമ്മുടെ കുറവുകൾ പറഞ്ഞ് അധിക്ഷേപിച്ചെന്ന് വരാം. പക്ഷെ അവിടെ ഒന്നും നമ്മുടെ ഓട്ടം ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. നമ്മുടെ ഓട്ടത്തിന്റെ സ്ഥിരത നഷ്ടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യാതൊരുവിധ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്താതെ നാം നാളുകളിൽ ശ്രദ്ധിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു മനുഷ്യന് തുല്യമായിട്ടാണ് നമ്മുടെ വിശ്വാസ ജീവിതം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുപാട് സ്ഥാനമാനങ്ങൾ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി ഓടുന്നതായ മനുഷ്യ ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഭൗതിക നന്മകൾക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവഹിതപ്രകാരമല്ലാത്ത നിലവാരത്തിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണോ അതിന് വിപരീതമായി നാം ഓടുമ്പോൾ ഒന്നും മറന്നു പോകരുത്. അവിടെ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. നാം ഒരിക്കലും അവിടെ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. നാം അവിടെ പരാജയപ്പെട്ടു പോകും. ഹല്ലേലൂയ. നമ്മുടെ ഓട്ടം കർത്താവിന്റെ ഹിതപ്രകാരമായിരിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിലെ ജീവിതത്തിൽ ജഡീക സുഖങ്ങൾക്ക് വേണ്ടിയും സന്തോഷത്തിനായും നാം ഓടുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ആയുസ് ദൈവകരങ്ങളിലാണ് എന്ന് മറന്നു പോകുന്നു. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മുടെ ആയുസ്സിനെ ഫലമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഓട്ടത്തെ ഫലമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഹല്ലേലൂയ നാം ഹല്ലേലൂയ ശ്രദ്ധിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ ആയുസ് കർത്താവിന്റെ കരങ്ങളിലാണ്. അപ്പോൾ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ ആയുസ്സിൽ കർത്താവിന്റെ സന്നിധിയിൽ സ്ഥിരതയോടെ ഒന്ന് ഓടുവാൻ ഹല്ലേലൂയ നാം ശ്രദ്ധിക്കാം. ജീവിതത്തിൽ ആ സ്ഥിരത ഉള്ള ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയാലും അതിനെ ഉപേക്ഷിക്കുന്നവരായി കർത്താവിന്റെ കൃപയുടെ മറവിലായിരിക്കാൻ പരിശുദ്ധ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ആ ഒരു നിലവാരത്തിൽ തന്നെ മുന്നോട്ട് പോകുവാൻ ഹല്ലേലൂയ നാം ശ്രദ്ധിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. നമുക്ക് വേദപുസ്തകത്തിൽ ഹല്ലേലൂയ ഓടി പരാജയപ്പെട്ട ഒരു വ്യക്തിയെ കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി 19-ാം അധ്യായം അതിന്റെ 17-ാമത്തെ തിരുവചനം നോക്കുമ്പോൾ അവിടെ ഹല്ലേലൂയ ലോത്തിനെയും കുടുംബത്തെയും പുറത്തു കൊണ്ടുവന്നതിന് ശേഷം പട്ടണത്തിന് പുറത്തു കൊണ്ടുവന്നതിന് ശേഷം ഹല്ലേലൂയ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും അരുത്, നിനക്ക് നാശം ഭവിക്കാതിരിക്കാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന ദൈവത്തിന്റെ ഹല്ലേലൂയ ദൂതൻ ലോത്തിനോടും കുടുംബത്തോടും പറയുന്നു. ഹല്ലേലൂയ. പുറകോട്ട് നോക്കരുത് എന്നാണ് അവിടെ പറയുന്നത്. പ്രിയ ദൈവജനമേ, നാം കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ഹല്ലേലൂയ കഷ്ടതകളും പ്രതികൂലങ്ങളും കടന്നു വന്നെന്ന് വരാം. അപ്പോൾ ഹല്ലേലൂയ നമ്മുടെ നാട്ടിലുള്ള മുൻപേ ഉള്ള ജീവിതം ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിൽക്കുന്നതിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന ജീവിതം വളരെ സന്തോഷം ഉള്ളതായിരുന്നിരിക്കാം. ഭൗതിക നന്മകൾ ഏറെ ഉണ്ടായിരുന്നതായിരിക്കാം. ഹല്ലേലൂയ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നതായിരിക്കാം. ഒത്തിരി ഹല്ലേലൂയ ആഡംബര സുഖങ്ങളൊക്കെ ഉണ്ടായിരുന്ന നിലവാരത്തിലായിരിക്കാം. പക്ഷേ കർത്താവ് നമ്മെ വിളിച്ച് കർത്താവിന് വേണ്ടി വേർതിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി നാം ഓടുമ്പോൾ ഹല്ലേലൂയ സുഖ സൗകര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരാം. എന്നാൽ അവിടെ ഒന്നും തന്നെ നാം കർത്താവിന്റെ സന്നിധിയിലുള്ള ഓട്ടം, കർത്താവിന് വേണ്ടിയിട്ടുള്ള ഓട്ടം ഹല്ലേലൂയ നഷ്ടപ്പെടുത്തി കളയരുത്. ഇവിടെ പറയുന്നത് പുറകോട്ട് നോക്കരുതെന്നാണ്. നമ്മുടെ ജീവിതത്തിലെ മുൻപ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നാലും
ആമേൻ ഹല്ലേലൂയ ദൈവ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ എന്തെങ്കിലും ആമേൻ നഷ്ടങ്ങളോ ഭാരങ്ങളോ കടന്നു വരുമ്പോൾ നാം അവിടെ കർത്താവിന്റെ ഹല്ലേലൂയ കൃപകളെ നഷ്ടപ്പെടുത്തുകയല്ല, വിശ്വാസത്തോടെ ഹല്ലേലൂയ സ്ഥിരതയോടെ കർത്താവ് നമ്മിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ നാം ആമേൻ ഹല്ലേലൂയ ആമേൻ ബാധ്യസ്ഥരാണ് എന്ന് മറന്നു പോകരുത്. ആമേൻ ഹല്ലേലൂയ നമ്മുടെ നാട്ടിലെ ഓട്ടത്തെ തെറ്റിക്കുവാൻ ആമേൻ സാഹചര്യങ്ങൾ അനവധി ഉണ്ടായെന്ന് വരാം. നമ്മുടെ നാട്ടിലെ കഴിയ ജീവിതത്തിലെ സുഖങ്ങളെ ചൂണ്ടിക്കാണിച്ച് ആമേൻ ഹല്ലേലൂയ ശത്രുവായവൻ നമ്മെ ആമേൻ വെല്ലുവിളിച്ചെന്ന് വരാം. ഹല്ലേലൂയ എന്നാൽ അവിടെ ഒന്നും തന്നെ നാം പതറിപ്പോകുവാൻ ഇടയാകരുത്. ആമേൻ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആമേൻ ലോത്തും കുടുംബവും ഹല്ലേലൂയ ദൈവാലോചന പ്രകാരം ഓടുന്നു. പക്ഷേ ആമേൻ ഹല്ലേലൂയ ലോത്തും 2 പെൺമക്കളും ആമേൻ കർത്താവിന്റെ ദൂതൻ പറഞ്ഞ പ്രകാരം ഓടുന്നു. ലോത്തിന്റെ ഭാര്യ പുറകോട്ട് നോക്കി. ഹല്ലേലൂയ അവിടെ പറഞ്ഞത് പുറകോട്ട് നോക്കരുതെന്നാണ്. ആമേൻ കർത്താവിന് വേണ്ടി ഇറങ്ങിയതിനു ശേഷം ആമേൻ പുറകോട്ട് നോക്കുവാൻ പാടില്ല എന്ന് ആമേൻ ഹല്ലേലൂയ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. ജീവരക്ഷയ്ക്കായി നാം ഓടുന്നത് ആമേൻ ഹല്ലേലൂയ അത് കർത്താവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണമെന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ നാം നമ്മുടെ ഈ ജീവിതത്തിൽ ഓടുന്നത് ജീവരക്ഷയ്ക്കായിട്ടാണ്. ജീവനെ ആമേൻ നഷ്ടപ്പെടുത്തി കളയുവാനായിട്ടല്ല നാം ഓടുന്നത്. അപ്രകാരമായിരിക്കുന്നത് നമ്മുടെ ഓട്ടം. ഹല്ലേലൂയ ആമേൻ സ്ഥിരതയോടെ കർത്താവിന്റെ സന്നിധിയിൽ ഓടുവാൻ ആമേൻ ഹല്ലേലൂയ നാം ശ്രദ്ധിക്കുക. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നാം കർത്താവിന് വേണ്ടി ഓടുന്നത് നമ്മുടെ ജീവനെ നഷ്ടപ്പെടുത്തുന്ന നിലവാരത്തിലാണോ അതോ നമ്മുടെ ജീവരക്ഷയ്ക്കായിട്ടാണോ എന്ന് നാളുകൾ ചിന്തിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. ആമേൻ ഹല്ലേലൂയ ലോത്തിന്റെ ഭാര്യ ആമേൻ പുറകോട്ട് നോക്കിയപ്പോൾ തന്റെ കഴിഞ്ഞ ജീവിതത്തിലെ ആമേൻ സുഖ സൗകര്യങ്ങളെ ആമേൻ ഹല്ലേലൂയ തന്റെ ജീവിതത്തിലെ ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിൽ തനിക്കുണ്ടായിരുന്ന സമ്പാദ്യങ്ങളെ ആമേൻ പ്രിയപ്പെട്ടവരെ കുറിച്ചൊക്കെ ഓർത്തപ്പോൾ അവർക്ക് ആമേൻ ഹല്ലേലൂയ അവൾക്ക് ജീവരക്ഷ പ്രാപിച്ചെടുക്കുവാൻ സാധിച്ചില്ല എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. പലപ്പോഴും ദൈവമക്കളായി നാം ഓരോരുത്തരും ഓടുന്നത് ഇപ്രകാരമാണ്. ദൈവം നമുക്ക് വേണ്ടി ജീവരക്ഷയ്ക്കായി ആമേൻ ഓരോ നന്മകൾ ഹല്ലേലൂയ നൽകി തരുവാൻ ആമേൻ ഹല്ലേലൂയ ജീവരക്ഷയ്ക്കായി ദൈവം നമ്മെ ആമേൻ ഹല്ലേലൂയ വിളിച്ചിരിക്കുമ്പോൾ നാം അതിനെ തിരിച്ചറിയാതെ ഹല്ലേലൂയ നമ്മുടെ ജീവനെ നഷ്ടപ്പെടുത്തി കളയത്തക്ക നിലവാരത്തിലാണ് നമ്മുടെ ഓട്ടം. ഹല്ലേലൂയ ആമേൻ ലോത്തിന്റെ ഭാര്യയെ പോലെ ഹല്ലേലൂയ ഒരു പുത്തൂണായി ആമേൻ ഹല്ലേലൂയ അവിടെ തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ ആമേൻ ഹല്ലേലൂയ നാം ആമേൻ മുമ്പ് എപ്രകാരമായിരുന്നുവോ അവിടെ തന്നെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നിൽക്കുന്ന നിലവാരത്തിലാണ് നാം ഈ നാളുകളിൽ ഹല്ലേലൂയ പലപ്പോഴും ആയി പോകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, അതിനൊക്കെയും ഈ നാളുകളിൽ ഒരു മാറ്റം വരേണ്ടത് ഏറെ അത്യാവശ്യമാണ്. ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് ആമേൻ ജീവരക്ഷയ്ക്കായി സ്ഥിരതയോടെ ഓടുവാനായിട്ടാണ് എന്ന് ആമേൻ ഹല്ലേലൂയ മറന്നു പോകരുത്. ആമേൻ കർത്താവിന്റെ ഹിതപ്രകാരം ഓടുവാൻ ഹല്ലേലൂയ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഹല്ലേലൂയ ആ ഒരു നിലവാരത്തിൽ തന്നെ മുന്നോട്ട് പോകുവാൻ ആമേൻ ഹല്ലേലൂയ നാം ശ്രദ്ധിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ ആമേൻ പാപത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ നമ്മുടേതായിട്ടുള്ള ദൈവഹിതത്തിന് വിരോധമായ ആമേൻ ഹല്ലേലൂയ സകലവിധമായിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ അകൃത്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ആമേൻ സ്ഥിരതയോടെ കർത്താവിന്റെ ഹിതപ്രകാരം മുന്നോട്ട് ഓടുവാൻ ആമേൻ ഹല്ലേലൂയ നാം ശ്രദ്ധിക്കുക. ഹല്ലേലൂയ റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വേണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവരോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നുവല്ലോ. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടെ ആമേൻ ക്രൂശിക്കപ്പെട്ടു ആമേൻ ഹല്ലേലൂയ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നാം ആയിരിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. ക്രിസ്തുവിന്റെ മക്കളായ നാം ഓരോരുത്തരും ആമേൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ആമേൻ പഴയ മനുഷ്യരിലേക്ക് ഒരിക്കലും ആമേൻ ഹല്ലേലൂയ കടന്നു പോകരുത് എന്നാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ക്രിസ്തുവിൽ മരിച്ചവൻ പിന്നെ പാപങ്ങളെയും അകൃത്യങ്ങളെയും തിരിച്ചറിഞ്ഞ് ഉപേക്ഷിച്ച ദൈവസ്നേഹത്തിൽ ദൈവപ്രസാദത്തിൽ മുന്നോട്ട് പോകണമെന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ക്രിസ്തുവിൽ ഹല്ലേലൂയ ആമേൻ മരിച്ചവൻ പിന്നെ വീണ്ടും ആമേൻ പഴയ ജീവിതത്തെ ചിന്തിച്ചുകൊണ്ട് ആമേൻ ദൈവിക നന്മകളെ ഹല്ലേലൂയ ആമേൻ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് നമുക്കവിടെ ഹല്ലേലൂയ മനസ്സിലാക്കാം. ഹല്ലേലൂയ ഒരിക്കലും നാം പാപത്തിന്റെ അടിമകളാകരുത്, ആമേൻ അകൃത്യങ്ങൾക്ക് അടിമകളാകരുത്. ഹല്ലേലൂയ ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ നമ്മുടെ ഓട്ടത്തിന്റെ തടസ്സമായി ആമേൻ ഹല്ലേലൂയ എന്താണോ നിൽക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആമേൻ ഹല്ലേലൂയ മുൻപോട്ട് പോകുക നാം ശ്രദ്ധിക്കുക. ഹല്ലേലൂയ ചിലപ്പോൾ നമ്മുടേതായിട്ടുള്ള ആമേൻ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരായിരിക്കാം, അവരുടേതായിട്ടുള്ള ചില വാക്കുകളായിരിക്കാം നമ്മെ ദൈവസ്നേഹത്തിൽ നിന്നും അകറ്റിക്കളയുന്നത്. ചിലപ്പോൾ നമ്മായിരിക്കുന്ന സമൂഹത്തിൽ നിന്നുള്ള ആമേൻ ഹല്ലേലൂയ അവരുടേതായിട്ടുള്ള സമീപനമോ ആമേൻ സംസാരമോ ഒക്കെ ആയിരിക്കാം നമ്മെ ആമേൻ ദൈവകൃപയിൽ നിന്നും ആമേൻ ഹല്ലേലൂയ അകറ്റിക്കളയുന്നത്. എന്നാൽ അവിടെയൊക്കെ നാം ശ്രദ്ധയോടെ ആയിരിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ ദൈവകൃപയിൽ നിന്നും തെറ്റിച്ചു കളയുന്ന നമ്മുടെ ഓട്ടത്തെ ഹല്ലേലൂയ തടസ്സപ്പെടുത്തുന്ന ആമേൻ ഹല്ലേലൂയ ശത്രുവിന്റെ സകല ആമേൻ ഹല്ലേലൂയ ചിന്താഗതികളെയും
ഒക്കെയും അബദ്ധമാക്കിക്കൊണ്ട് നമ്മെ മാനിക്കുവാൻ അവൻ ഹല്ലേലൂയ ശക്തനായ കർത്താവ്, അവൻ ഹല്ലേലൂയ സർവകൃപാലുവായ ദൈവം, അവൻ നിത്യപിതാവായ ദൈവം ഹല്ലേലൂയ നമ്മോട് കൂടെയുണ്ട് എന്ന് നാം മറന്നു പോകരുത്. അവൻ ഹല്ലേലൂയ നമ്മുടെ ഓട്ടത്തെ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ തടസ്സപ്പെടുത്തുവാൻ ആരൊക്കെ പദ്ധതി ഇട്ടാലും അവൻ ഹല്ലേലൂയ അതൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ അവൻ നമ്മെ ബാധിക്കയില്ല. കാരണം നാം കർത്താവിന്റെ നാമത്തിലാണ് നാം ഓടുന്നത്. അവൻ ഹല്ലേലൂയ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന ഹല്ലേലൂയ വിളിക്ക് യോഗ്യമാവണ്ണം നാം ഓടുന്നവരാണ് എങ്കിൽ ഹല്ലേലൂയ ഒരിക്കലും ഹല്ലേലൂയ ശത്രുവിന്റെ അവൻ ഒരു വെല്ലുവിളിയും നമ്മെ തകർത്തു കളയുകയില്ല. ഹല്ലേലൂയ അവൻ നമ്മുടെ വേണ്ടപ്പെട്ടവർ തന്നെ നമുക്ക് അവൻ തടസ്സമായി നിന്നാലും ആ തടസ്സങ്ങളെ മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ ദൈവം നമ്മെ മുൻപോട്ട് നയിക്കുവാൻ ഇടയാകുമെന്ന് അവൻ ഹല്ലേലൂയ തിരിച്ചറിയാതെ പോകരുതേ ദൈവജനമേ. അവൻ ഹല്ലേലൂയ ഓട്ടക്കളത്തിൽ അനേകർ ഓടുന്നു, പക്ഷേ ബിരുദം പ്രാപിക്കുന്നത് ഏകരെന്ന് അവൻ വചനം പഠിപ്പിക്കുമ്പോൾ അവൻ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അവൻ നാം ഓരോരുത്തരും ഓടുന്നത് അവൻ ബിരുദം പ്രാപിക്കത്തക്ക നിലവാരത്തിലായിരിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകൾ നഷ്ടപ്പെടുന്ന നിലവാരത്തിലായിരിക്കരുത്. ആ നന്മകളെ ജീവിതങ്ങൾ പ്രാപിച്ചെടുക്കുന്ന നിലവാരത്തിൽ അവൻ സ്ഥിരതയോടെ ഓടുവാൻ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ സർവശക്തനായ ദൈവം അവൻ ഹല്ലേലൂയ നമുക്ക് അവൻ ഹല്ലേലൂയ ഇടയായിരിക്കട്ടെ. ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ഒരു ഓട്ടത്തിന് തുല്യമായ ആയുസ്സാണ് നമുക്ക് ഹല്ലേലൂയ ഉള്ളത്. ഹല്ലേലൂയ ആ ആയുസ് അവൻ കർത്താവിന് വേണ്ടി തന്നെ ഓടുവാൻ അവൻ ഹല്ലേലൂയ നാം ശ്രദ്ധിക്കാം. ഹല്ലേലൂയ വെറുതെ ഓടി നിരാശരാകുന്നവരായിട്ടല്ല, അവൻ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഓടി പ്രതിഫലം പ്രാപിച്ചെടുക്കുന്നവരായി അവൻ മുൻപോട്ട് പോകുവാൻ അവൻ ദൈവകൃപയാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ ഓട്ടക്കളത്തിൽ ഒത്തിരി പേർ ഓടുമ്പോൾ അവൻ ഒരുവൻ ഹല്ലേലൂയ അവൻ ജയാളിയായി തീരുമ്പോൾ പുറകെ ഓടുന്നവർ നിരാശരാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് ഹല്ലേലൂയ ദൈവമക്കളുടെ ഓട്ടം പലപ്പോഴും ഇപ്രകാരമാണ്. അവൻ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഓടുന്നു, പക്ഷേ അവൻ അത് ദൈവഹിത പ്രകാരമാണോ, അവൻ ദൈവത്തിന്റെ ആലോചന പ്രകാരമാണോ, കർത്താവിന്റെ വചനം അനുസരിച്ചുകൊണ്ടാണോ, അവൻ കർത്താവ് ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന നിലവാരത്തിലാണോ എന്റെ ഓട്ടം എന്ന് ചിന്തിക്കുവാൻ ആർക്കും തന്നെ മനസ്സില്ല. ഹല്ലേലൂയ എല്ലാവരും ചിന്തിക്കുന്നത് കർത്താവ് എന്നെ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി വിളിച്ചിരിക്കുന്നത് അത് എങ്ങനെയെങ്കിലും ഓടി തേക്കണം എന്നുള്ള ഒരു ലാഘവ മനസ്സോടെ ഓടുമ്പോൾ അവൻ അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് അവൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അവൻ നന്മകളാണ് എന്ന് മറന്നു പോകരുത്. അവൻ നന്മകളെ ഹല്ലേലൂയ പ്രാപിച്ചെടുക്കത്തക്ക നിലവാരത്തിൽ അവൻ സ്ഥിരതയോടെ ഓടുവാൻ അവൻ പരിശുദ്ധ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ അവൻ പ്രകാരം തന്നെ മുന്നോട്ട് പോകുവാൻ അവൻ ഹല്ലേലൂയ നാം മറന്നു പോകരുത്. ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ നമുക്ക് അവൻ കർത്താവ് ഹല്ലേലൂയ ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകളെക്കാൾ വലിയതായിട്ട് ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല എന്ന് ചിന്തിക്കേണ്ടത് അവൻ ഹല്ലേലൂയ നമ്മുടെ അവൻ മുമ്പിലോട്ടുള്ള ഓട്ടത്തിന് ഏറെ പ്രയോജനകരമാണ്. അവൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14 ഹല്ലേലൂയ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവൻ പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആദ്യം കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാഖിലേക്ക് ഓടുന്നു. ഹല്ലേലൂയ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ക്രിസ്തുവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ കർത്താവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഓടുന്ന ഒരു മനുഷ്യൻ അവൻ ഹല്ലേലൂയ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ കടന്നു വന്നാലും തന്റെ ഓട്ടത്തിന് ഒരു തടസ്സം ഉണ്ടാകയില്ല. ഹല്ലേലൂയ അവൻ തന്റെ ഓട്ടത്തെ അവൻ ഹല്ലേലൂയ സ്ഥിരപ്പെടുത്തുവാൻ അവൻ ഹല്ലേലൂയ തടസ്സപ്പെടുത്തുവാൻ അവൻ ഹല്ലേലൂയ യാതൊരുവിധ അവൻ ഹല്ലേലൂയ പ്രതികൂലങ്ങൾക്കും സാധിക്കയില്ല എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ മുമ്പിലോട്ട് തന്നെ നമ്മുടെ ലക്ഷ്യമായിരിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഇറങ്ങിയതിനു ശേഷം നമ്മുടെ കഴിഞ്ഞ കാലത്തിന്റെ ജീവിത സൗകര്യങ്ങളെ അവൻ ജീവിതത്തിലെ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ സകലവിധ നന്മകളെ അവൻ ഓർത്തുകൊണ്ട് അവൻ ഹല്ലേലൂയ വീണ്ടും വീണ്ടും കർത്താവിന്റെ കൃപയിൽ നിന്ന് മന്യപ്പെട്ടു പോകുന്നവരായിട്ടല്ല, അവൻ ഹല്ലേലൂയ കർത്താവിന്റെ കൃപയിൽ നിലനിൽക്കുന്നവരായി അവൻ ഹല്ലേലൂയ മുന്നോട്ട് പോകേണ്ടത് ഏറെ അത്യാവശ്യമാണ്. പ്രതിസന്ധികളെ തകർത്ത് അവൻ പ്രതികൂലങ്ങളെ തകർത്ത് നമ്മെ ഹല്ലേലൂയ ജീവകിരീടത്തിന് അവകാശികളാക്കി നടത്തുവാൻ അവൻ പരിശുദ്ധ കർത്താവ് അവൻ സർവശക്തനത്രേ. ഹല്ലേലൂയ ഒരിക്കലും ആ കർത്താവ് നമ്മെ തള്ളിക്കളയുകയില്ല. അവൻ വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഹല്ലേലൂയ അകന്നു പോകുവാൻ അവൻ ഹല്ലേലൂയ ആ ദൈവം നമ്മെ ഒരിക്കലും അവൻ ഹല്ലേലൂയ കൈവിടുകയില്ല എന്ന് അവൻ ഹല്ലേലൂയ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. ആമേൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അവൻ ഹല്ലേലൂയ കർത്താവിന്റെ വചനത്തെ അവൻ സൗമ്യതയോടെ ഉൾക്കൊണ്ടുകൊണ്ട് ഹല്ലേലൂയ ഓടുന്നവരായിരിക്കാം. ഹല്ലേലൂയ അവൻ എങ്ങനെയെങ്കിലും ഓടിയാൽ ഹല്ലേലൂയ നമുക്ക് ഓട്ടക്കളത്തിൽ ബിരുദം പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. അവൻ കർത്താവിന്റെ വചനത്തെ സൗമ്യതയോടെ കൈക്കൊണ്ട് അവൻ ഓടുന്ന ഹല്ലേലൂയ ഒരു ദൈവ പൈതലിന് അവൻ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ബിരുദം പ്രാപിച്ചെടുക്കുവാൻ
ബോധ്യപ്പെടുത്തുവാൻ സാധിക്കുമെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ആമേൻ നമുക്ക് സുഖം നൽകുന്ന, സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന ഭൗതികമായിട്ടുള്ള ഹല്ലേലൂയ നന്മ ഓടിയിട്ട് സേവിക്കുന്ന സമയം കർത്താവിന് വേണ്ടി നിൽക്കുന്നവരായിട്ടല്ല, കർത്താവിന് നാമത്തിന് വേണ്ടി നിൽക്കുന്നവരായിട്ടല്ല. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ ആയുസ്സിൽ പ്രഥമ സ്ഥാനം സർവശക്തനായ കർത്താവിന് നൽകിക്കൊണ്ടോടുവാൻ നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് സമർപ്പിക്കുന്നത് ഏറെ അത്യാവശ്യമാണ്. നമ്മുടേതായിട്ടുള്ള ഭൗതിക ജീവിതത്തിലെ സകല കാര്യങ്ങളും ചെയ്തു തീർന്നതിന് ശേഷം കർത്താവിന് വേണ്ടി ഓടുന്നവരായിട്ടല്ല, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടേതായിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് നാം ഓടിയതിനു ശേഷം ശേഷിക്കുന്ന സമയം കർത്താവിന് വേണ്ടി ഓടുന്നവരായിട്ടല്ല. ഹല്ലേലൂയ. ജീവിതത്തിൽ പ്രഥമ സ്ഥാനം തന്നെ കർത്താവിന് നൽകിക്കൊണ്ട് ഓടുവാൻ നാം ഇന്നാളുകളിൽ ശ്രദ്ധിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. കർത്താവ് നമുക്ക് ഈ ആയുസ്സിനെ നൽകിയിരിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഓടുവാനായിട്ടല്ല എന്ന് നാളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ കൃപയിൽ നിൽക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ. പ്രിയ ദൈവജനമേ, മറന്നു പോകരുത്. ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഈ ആയുസ്സിൽ കർത്താവിന്റെ വചനത്തെ സൗമ്യതയോടെ കൈക്കൊണ്ടുകൊണ്ട് കർത്താവിന്റെ വചനത്തിലൂടെ കർത്താവ് എന്താണോ പറയുന്നത്, കർത്താവ് എന്താണോ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ആ ഒരു നിലവാരത്തിൽ തന്നെ മുന്നോട്ട് പോകുക. നാം മറന്നു പോകരുത്. ദൈവം നമ്മോട് പറയുന്നതിനനുസരിച്ച് നാം നടന്നില്ല എങ്കിൽ ചതിക്കുഴികളിൽ നാം അകപ്പെട്ടു പോകുമെന്ന് നാളുകൾ തിരിച്ചറിയണം ദൈവജനമേ. ഒത്തിരി ചതിക്കുഴികൾ നിറഞ്ഞതായ ഒരു ലോകത്താണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ തകർത്ത് കളയുന്ന, കർത്താവ് നാമുമായിട്ടുള്ള ബന്ധത്തെ തകർത്ത് കളയുന്ന ഒത്തിരി ബന്ധങ്ങളുള്ള ഒരു ലോകത്താണ് നാം ആയിരിക്കുന്നത്. പലപ്പോഴും നാം ചിന്തിക്കുന്നത് പോലെ അല്ല നാം ബന്ധം കൂടുന്ന പ്രിയപ്പെട്ടവർ ചിന്തിക്കുന്നത്. അവർ നമ്മുടെ നാമും കർത്താവുമായിട്ടുള്ള ബന്ധത്തെ തകർത്ത് കളയുക, നാമും കർത്താവുമായിട്ടുള്ള അഭേദ്യമായ സ്നേഹത്തെ തകർത്ത് കളയുക, നമുക്ക് ദൈവത്തോടുള്ള ഭയത്തെ തകർത്ത് കളയുവാൻ ശ്രമിക്കുമ്പോൾ അത് നാം തിരിച്ചറിയാതെ പോകരുത്. നാളുകളിൽ നാം ആയിരിക്കുന്ന എല്ലാ സ്ഥാനങ്ങളിലും അത് ദൈവഹിതം നോക്കി നാം ആയിരിക്കുന്നത് ഏറെ അത്യാവശ്യമാണ്. നാം കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ നാമത്തിൽ ഓടുന്ന ഓട്ടത്തിന് തടസ്സമായിരിക്കുന്ന ഒരു ബന്ധങ്ങളിലും നാം ഇന്നാളുകൾ അകപ്പെട്ടു പോകരുത്. നമുക്ക് തോന്നിയത് പോലെ ഈ ആയുസ്സിനെ മുന്നോട്ട് നയിക്കുന്നവരായിട്ടല്ല, നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ മുന്നോട്ട് പോകുവാൻ നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ആയുസ്സിനെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവിന്റെ വചനപ്രകാരം മുന്നോട്ട് പോകുക നാം ശ്രമിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നാം വിശ്വാസത്തിൽ പൂർണ്ണതയുള്ളവരായിരിക്കാം. ഒരിക്കലും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ സ്ഥിരത നഷ്ടപ്പെട്ടു പോകരുത്. ആരൊക്കെ എന്ത് പറഞ്ഞു കൊള്ളട്ടെ, ആരൊക്കെ എങ്ങനെ നമ്മെ ദൈവകൃപയിൽ നിന്ന് നഷ്ടപ്പെടുത്തുവാൻ ശ്രമിച്ചാലും അതിന്റെ മധ്യ നമ്മെ യുദ്ധവീരനായി നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കൂടെ ഇരിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കർത്താവിന്റെ കൃപയിൽ നിൽക്കുക. കർത്താവിന്റെ സാന്നിധ്യത്തിൽ മുന്നോട്ട് പോകുക. നാം ഒരുക്കമുള്ളവരായിരിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടെ കർത്താവിന്റെ സന്നിധിയിൽ ഓടുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. പലപ്പോഴും നമ്മുടേതായിട്ടുള്ള ശ്രദ്ധ കുറവ് കർത്താവിന്റെ സന്നിധിയിൽ കൃപകളെ നന്മകളെ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാക്കുന്നു. പലപ്പോഴും നാം കർത്താവിന്റെ സന്നിധിയിൽ നിർവിചാരികളായിരിക്കുന്നു. കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള നാം ഓടുന്നത് നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്കനുസരിച്ച് കർത്താവിന്റെ സമയത്തല്ല നാം ഓടുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് കർത്താവ് നമ്മെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ ആ സമയത്തല്ല നാം കർത്താവിന് വേണ്ടി നിൽക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനാണ്. എവിടെയും നമ്മുടെ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകുന്നവരായി മുന്നോട്ട് പോകുവാനായിട്ടല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. കർത്താവിന്റെ ഹിതപ്രകാരം ഓടുവാനായിട്ടത്രേ. കർത്താവ്
ഓട്ടക്കളത്തിൽ സ്ഥിരതയോടെ ഓടുക. അവൻ ബിരുദം പ്രാപിക്കുന്നതുവരെ അവൻ ലക്ഷ്യം തെറ്റാതെ ഓടുക. നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന അവൻ സർവശക്തനെ നമ്മുടെ കർത്താവ്. അവൻ ഓട്ടം ഓടുമ്പോൾ അവൻ നമ്മുടെ സ്ഥിരത നഷ്ടപ്പെടുത്തി കളയാതെ അവൻ ബിരുദം പ്രാപിക്കത്തക്ക നിലവാരത്തിൽ നമ്മെ സർവശക്തനായ കർത്താവിന്റെ സന്നിധിയിൽ അവൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന നിലവാരത്തിലോടുക. അവൻ പ്രിയ ദൈവജനമേ നമ്മെ തന്നെ അവൻ കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് താഴ്ത്തി സമർപ്പിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. അവൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന നിലവാരത്തിലോടുക. നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. അവൻ നമ്മുടെ ഇഷ്ടത്തിനല്ല പ്രാധാന്യം നൽകി ഓടേണ്ടത്. ഹല്ലേലൂയ. ദൈവ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകി ഓടുവാൻ അവൻ ഹല്ലേലൂയ നാം നാളുകളിൽ അവൻ ശ്രദ്ധിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 9-ാം അധ്യായം അതിന്റെ 24-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവരെ ബിരുദം പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അവൻ ഹല്ലേലൂയ എങ്ങനെയെങ്കിലും കർത്താവിന് വേണ്ടി അവൻ ഓട്ടക്കളത്തിൽ ഓടുന്നവരായിട്ടല്ല. അവൻ കർത്താവ് എന്നോട് ഈ കാര്യം പറഞ്ഞില്ലേ, അവൻ കർത്താവ് ഈ ആലോചന എന്നോട് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ കർത്താവിന് വേണ്ടി ഓടാം എന്നല്ല ചിന്തിക്കേണ്ടത്. ബിരുദം പ്രാപിക്കണം എന്നുള്ള ലക്ഷ്യബോധത്തോടെ ഓടുവാൻ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നിർവിചാരികളായിരുന്ന അവൻ ഹല്ലേലൂയ വെറുതെ സമയം കളഞ്ഞ് അവൻ ഹല്ലേലൂയ നമ്മുടെ നാട്ടിലുള്ള ഭൗതികമായ അവൻ ജീവിതത്തിലെ ചിന്താഗതികൾക്കനുസരിച്ച് മുന്നോട്ട് പോകുവാനായിട്ടല്ല കർത്താവ് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. ബിരുദം പ്രാപിക്കണമെന്നുള്ള അവൻ തന്റെ മക്കളായ നാം ഓരോരുത്തരും ബിരുദം പ്രാപിക്കണമെന്നുള്ള ഹല്ലേലൂയ ചിന്തയോടെയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ അതുകൊണ്ട് തന്നെ പ്രിയ ദൈവജനമേ നമ്മുടെ ഈ അവൻ കളത്തിൽ അവൻ ഹല്ലേലൂയ എന്തൊക്കെ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും ഈ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും. അവൻ ഹല്ലേലൂയ അവൻ ബിരുദം പ്രാപിക്കത്തക്ക നിലവാരത്തിൽ അവൻ ഹല്ലേലൂയ നാം ഓടുവാൻ അവൻ ഹല്ലേലൂയ ശ്രദ്ധയുള്ളവരാകാം. ഹല്ലേലൂയ അവൻ ദൈവിക നന്മകൾ അവൻ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന നിലവാരത്തിലല്ല. അവൻ ഹല്ലേലൂയ ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന അവൻ ഹല്ലേലൂയ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ അവൻ ഹല്ലേലൂയ നമ്മുടെ നാട്ടിലുള്ള ഓട്ടം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ പലപ്പോഴും കർത്താവ് നമ്മെ അവൻ ഹല്ലേലൂയ നന്മകൾ നൽകി അനുഗ്രഹിക്കുവാൻ നോക്കുമ്പോൾ അവൻ ഹല്ലേലൂയ നാം കർത്താവിന്റെ ഓട്ടക്കളത്തിലായിരിക്കുകയില്ല. ഹല്ലേലൂയ ദൈവം നമ്മെ കുറിച്ച് അവൻ ഹല്ലേലൂയ ചില കൃപകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നൽകി തരുവാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ ഹല്ലേലൂയ ചില നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നൽകി തരുവാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ ചില കൃപാവരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നൽകി അവൻ കർത്താവിന് വേണ്ടി നിർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ നാം കർത്താവിന്റെ ഓട്ടക്കളത്തിലായിരിക്കില്ല. നമ്മുടേതായിട്ടുള്ള ജീവിതം അപ്പോൾ അവൻ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും. അവൻ സകലമായിരിക്കും ദൈവിക കരുതലുകളെയും അവൻ ഉപേക്ഷിച്ചുകൊണ്ട് ഹല്ലേലൂയ അവനായിരിക്കും. ഹല്ലേലൂയ അതുകൊണ്ട് തന്നെ പലപ്പോഴും ദൈവിക നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നത് കാണുവാൻ സാധിക്കും. ദൈവം നമുക്കായി കരുതുന്ന അവൻ നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകളെ പ്രാപിച്ചെടുക്കാൻ സാധിക്കാതെ വേണം നാം നിരാശയിലേക്ക് പോകുവാനിടയാകുന്നു. അതുകൊണ്ട് തന്നെ പ്രിയ ദൈവജനം നാളുകൾ അതൊക്കെയും തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നാം ഓടുമ്പോൾ അത് സ്ഥിരതയോടെ ആയിരിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ അവൻ ബിരുദം പ്രാപിക്കത്തക്ക നിലവാരത്തിൽ ഹല്ലേലൂയ ഓടുവാൻ അവൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ആ ഒരു നിലവാരത്തിൽ തന്നെ മുന്നോട്ട് പോകുവാൻ അവൻ ഹല്ലേലൂയ നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 62-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: യേശു അവരോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവരാരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരല്ല. അവൻ കർത്താവിന് വേണ്ടി ഇറങ്ങിയതിനു ശേഷം അവൻ ഹല്ലേലൂയ അത് ഉപേക്ഷിച്ച് കളയുന്നവൻ അവൻ ഹല്ലേലൂയ തന്റെ പുറകോട്ടുള്ള ജീവിതത്തെ അവൻ ഹല്ലേലൂയ നോക്കിക്കൊണ്ട് അവൻ മുൻപോട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാതെ അവൻ ഹല്ലേലൂയ ചിന്തിച്ചാൽ അവൻ ഹല്ലേലൂയ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരല്ല എന്ന് അവൻ ഹല്ലേലൂയ യേശു കർത്താവോട് വ്യക്തമായി ഹല്ലേലൂയ പറയുന്നു. അവൻ ഹല്ലേലൂയ അതുകൊണ്ട് തന്നെ പ്രിയ ദൈവജനമേ നാം ഇന്നാളുകളിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ അവൻ ഹല്ലേലൂയ പുറപ്പെട്ടിട്ട് അവൻ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ അവൻ ജീവിതത്തിൽ തീരുമാനമെടുത്തിട്ട് അവൻ ഹല്ലേലൂയ അതിൽ നിന്നും പുറകോട്ട് പോകുന്നവരായിട്ടല്ല മുൻപോട്ട് തന്നെ ഗമിക്കുവാൻ അവൻ ഹല്ലേലൂയ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അവൻ ഹല്ലേലൂയ കലപ്പയ്ക്ക് കൈവച്ച ശേഷം അവൻ പുറകോട്ട് നോക്കുന്നവരാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരല്ല എന്ന് അവൻ ഹല്ലേലൂയ യേശു കർത്താവ് വളരെ ശക്തമായി പറഞ്ഞിരിക്കുമ്പോൾ അവൻ ഹല്ലേലൂയ പ്രിയ ദൈവജനമേ അവൻ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി അവൻ ഇറങ്ങിയിട്ട് അവൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട് അവൻ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഒത്തിരിയൊക്കെ ചെയ്തിട്ട് നാളുകളിൽ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ പുറകോട്ട് അവൻ ഹല്ലേലൂയ ചിന്തിച്ചുകൊണ്ട് അവനായിരിക്കുന്നുവെങ്കിൽ അവൻ ഹല്ലേലൂയ മുൻപോട്ട് തന്നെ വരുവാൻ അവൻ ഹല്ലേലൂയ ദൈവം അവൻ ഹല്ലേലൂയ ആഗ്രഹിക്കുമ്പോൾ അവൻ പ്രിയ ദൈവജനമേ ആ ഒരു നിലവാരത്തിൽ തന്നെ ഹല്ലേലൂയ അവൻ കടന്നു
അവൻ ഹല്ലേലൂയ പുറകോട്ട് നോക്കരുത്. അവൻ പുറകോട്ട് നോക്കിയ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരല്ല. അവൻ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഇന്നാളുകളിൽ ഹല്ലേലൂയ അവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരായി തന്നെ പുറകോട്ട് അവൻ മുൻപോട്ട് പോകുക. അവൻ ദൈവരാജ്യത്തിന് അവൻ ഹല്ലേലൂയ പ്രവേശനം ലഭിക്കത്തക്ക നിലവാരത്തിൽ തന്നെ മുൻപോട്ട് പോകുക. അവൻ ഹല്ലേലൂയ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ നമ്മുടെ ഓട്ടം അത് മുൻപോട്ട് തന്നെ ആകട്ടെ. അവൻ ഹല്ലേലൂയ ദൈവരാജ്യത്തെ അവൻ ഹല്ലേലൂയ ലക്ഷ്യം വെച്ചുകൊണ്ട് അവൻ ഹല്ലേലൂയ ദൈവിക നന്മകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവൻ ഹല്ലേലൂയ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഓടുവാൻ അവൻ പരിശുദ്ധ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ അവൻ ഹല്ലേലൂയ ആ ഒരു നിലവാരത്തിൽ മുന്നോട്ട് പോകുവാൻ അവൻ ഹല്ലേലൂയ നമ്മെ തന്നെ ഒന്ന് കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നത് ഏറെ അത്യാവശ്യമാണ്. അവൻ ഹല്ലേലൂയ സമർപ്പിക്കാതെ അവൻ ഹല്ലേലൂയ നമുക്ക് തോന്നിയത് പോലെ നടന്നാൽ ഒരിക്കലും ഹല്ലേലൂയ നമുക്ക് മുൻപോട്ട് ഗമിക്കുവാൻ ദൈവരാജ്യത്തിൽ ഹല്ലേലൂയ കടക്കുവാൻ അവൻ സാധിക്കുകയില്ല. പ്രിയ ദൈവജനമേ, അവൻ പുറകോട്ട് നോക്കി അവൻ ഹല്ലേലൂയ യാത്ര ചെയ്യുന്നവരായിട്ടല്ല, മുൻപോട്ട് തന്നെ നോക്കുക. അവൻ ഹല്ലേലൂയ എന്തൊക്കെ അവൻ ജീവിതത്തിൽ സഹിക്കേണ്ടതായി വന്നാലും അവൻ ഹല്ലേലൂയ കർത്താവ് അവൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകളായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അവൻ ഹല്ലേലൂയ അനുഗ്രഹങ്ങളായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അവൻ ഹല്ലേലൂയ കർത്താവിനെ അവൻ ഹിതപ്രകാരമായിരിക്കുവാൻ അവൻ പരിജ്ഞാനത്തോടെ ഹല്ലേലൂയ ജ്ഞാനത്തോടെ അവൻ കർത്താവിനെ സേവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ കൃപകളിൽ നിന്നും നമ്മെ ഹല്ലേലൂയ അവൻ പിന്മാറ്റത്തിലേക്ക് നയിക്കുന്ന അവൻ കർത്താവിന്റെ കൃപകളെ നമ്മിൽ നിന്ന് നഷ്ടമാക്കി കളയുന്ന അവൻ ഹല്ലേലൂയ ഇങ്ങനെ നിറഞ്ഞതായ നമ്മുടെ പ്രവൃത്തികളെ ചിന്തകളെ ഒക്കെയും ഉപേക്ഷിച്ചുകൊണ്ട് അവൻ പരിജ്ഞാനത്തോടെ മുൻപോട്ട് പോകുവാൻ അവൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അവൻ 1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: എന്നാൽ അല്പകാലത്തേക്കുള്ള കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന അവൻ സർവകൃപാലുവായ ദൈവം തന്നെ അവൻ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കുമെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകളെ മാറ്റി അവൻ നമ്മുടെ നഷ്ടപ്പെട്ടു പോയതായ അവൻ സാഹചര്യങ്ങളെ മാറ്റി അവൻ നമ്മെ കർത്താവിന് വേണ്ടി നിർത്തുവാൻ അവൻ ദൈവം സർവശക്തനത്രേ. നമ്മുടെ കഷ്ടതകളെ മാറ്റി നിരാശകളെ നീക്കി അവൻ ഹല്ലേലൂയ നമ്മെ അനുഗ്രഹിപ്പാനും ഹല്ലേലൂയ ദൈവസ്നേഹത്തിലും ദൈവകൃപയിൽ നിർത്തുവാനും അവൻ സർവശക്തനായ ദൈവം അവൻ ഹല്ലേലൂയ നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മെ ശക്തീകരിക്കുന്ന ദൈവം അവൻ ഹല്ലേലൂയ. ഒരു പക്ഷേ നാം കർത്താവിന്റെ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ അവൻ ബലഹീനതകൾ കടന്നു വരുമ്പോൾ അവൻ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അവൻ കർത്താവിന്റെ സന്നിധിയിൽ അവൻ സ്ഥിരതയോടെയാണ് നാം ഓടുന്നതെങ്കിൽ, വിശ്വാസത്തോടെയാണ് ഓടുന്നതെങ്കിൽ, അവൻ കഷ്ടം സഹിച്ചുകൊണ്ട് അവൻ ഹല്ലേലൂയ കർത്താവിന്റെ ഹിതപ്രകാരം അവൻ വചനം അനുസരിച്ചാണ് ഓടുന്നതെങ്കിൽ നമ്മുടെ ബലഹീനതകളെ മാറ്റി അവൻ ബലപ്പെടുത്തുവാൻ അവൻ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ഹല്ലേലൂയ സമാധാനത്തിന് സാഹചര്യങ്ങൾ നീക്കി സമാധാനവും സന്തോഷം നൽകി നമ്മെ അനുഗ്രഹിപ്പാൻ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവൻ ഹല്ലേലൂയ നമ്മുടേതായിട്ടുള്ള അവൻ ജീവിതത്തിലെ സകല തകർച്ചകളെയും അവൻ സകല നിരാശകളെയും മാറ്റി അവൻ ഹല്ലേലൂയ സ്ഥിരതയോടെ ഓടുവാൻ നമ്മെ സഹായിക്കുന്ന സർവശക്തനത്രേ അവൻ ഹല്ലേലൂയ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അവൻ ഹല്ലേലൂയ അല്പകാലത്തേക്ക് അവൻ ഹല്ലേലൂയ നാം ഓടുമ്പോൾ അല്പകാലത്തേക്ക് ചില അവൻ ഹല്ലേലൂയ പ്രതികൂലങ്ങളൊക്കെ കടന്നു വന്നെന്ന് വരാം, ചില ഹല്ലേലൂയ ഭാരങ്ങൾ കടന്നു വന്നെന്ന് വരാം, ചില നിരാശകൾ കടന്നു വന്നെന്ന് വരാം. പക്ഷേ അവൻ പക്ഷെ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നാം ദൈവമായിട്ടുള്ള ബന്ധത്തെ തകർത്ത് കളയുവാൻ അനുവദിക്കാതെ ഹല്ലേലൂയ സ്നേഹിക്കുന്ന ദൈവം അത്രേ നമ്മുടെ ദൈവം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ആമേൻ ആ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ആമേൻ. ഹല്ലേലൂയ. നാം ശ്രദ്ധയുള്ളവരായിരിക്കാം. ആമേൻ. സകലവും നന്മയ്ക്കായി നൽകുന്ന ദൈവം ആമേൻ. ഹല്ലേലൂയ. യാതൊന്നും തന്നെ ആമേൻ ഹല്ലേലൂയ പ്രതികൂലമായിട്ട് അവൻ കടന്നു വരാതെ വേണം. ഹല്ലേലൂയ. സകലവും നമുക്ക് നന്മയ്ക്കായി ഒരുക്കുന്ന ആ ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ സ്ഥിരതയോടെ ഓടുവാൻ ആമേൻ. ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ ആമേൻ ഹല്ലേലൂയ താണിരിക്കാം. ഹല്ലേലൂയ. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനത്രേ, അവൻ വാക്കുമാറാത്തവനത്രേ. ഹല്ലേലൂയ. നമ്മെ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നവരല്ല, അവൻ നമ്മെ ചേർത്ത് പിടിക്കുന്നവരത്രേ നമ്മുടെ കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. അവൻ നമ്മെ സഹായിക്കാമെന്ന് പറഞ്ഞ, അവൻ നമ്മളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ടു മാറിപ്പോകുമ്പോ അവൻ നമ്മെ മറന്നു കളയുമ്പോ അവൻ നമ്മെ മറക്കാതെ സ്നേഹിക്കുന്ന അവൻ കരുതുന്ന നല്ല കർത്താവ് അത്രേ നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെ ആ വിശ്വസ്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ ഹല്ലേലൂയ കർത്താവ് നമുക്ക് വേണ്ടി അവൻ വെച്ചിരിക്കുന്ന നന്മകളെ പ്രാപിച്ചെടുക്കത്തക്ക നിലവാരത്തിൽ മുൻപോട്ട് പോകുവാൻ ഹല്ലേലൂയ അവൻ നമുക്ക് ശ്രദ്ധയോടെ ആയിരിക്കാം. ലേഖനം അവൻ ഹല്ലേലൂയ അവൻ ഇപ്രകാരം പറയുന്നു: വിളിച്ചിരിക്കുന്ന വിളിക്ക് അവൻ കർത്താവ് വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യവണ്ണം തന്നെ നാം ആയിരിക്കണമെന്ന്. ഹല്ലേലൂയ. അവൻ നമ്മുടേതായിട്ടുള്ള കുറവുകളെ അവൻ കർത്താവിന്റെ വിളിക്ക് അവൻ ഹല്ലേലൂയ യോജിക്കാത്തതായ
ഹല്ലേലൂയ നമ്മുടെ സംസാരങ്ങളെ, നമ്മുടെ കേൾവികളെ, ആമേൻ നാം ഹല്ലേലൂയ ആമേൻ നമ്മുടെ നിരൂപണങ്ങളെ, ആമേൻ നാം കാണുന്ന കാഴ്ചകളെ ഒക്കെ ഉപേക്ഷിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ പലപ്പോഴും ആമേൻ നമുക്കൊന്ന് ആമേൻ ജീവിതത്തിൽ നോക്കുമ്പോൾ, നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആമേൻ ഒത്തിരി പ്രിയപ്പെട്ടവർ, ഒത്തിരി ദൈവത്തിന്റെ മക്കൾ ആമേൻ അവരുടെ നാട്ടിലെ സംസാരമൊക്കെ കേട്ടാൽ ആമേൻ അവരിലുള്ള ആമേൻ ദൈവ സ്നേഹം ആമേൻ എപ്രകാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ ആമേൻ കർത്താവിന്റെ ആമേൻ വചനത്തിന് ആമേൻ വിരോധമായിട്ട്, ആമേൻ കർത്താവിന്റെ ഹിതത്തിന് വിരോധമായിട്ട്, ആമേൻ കർത്താവ് ആഗ്രഹിക്കുന്നതിന് വിരോധമായിട്ടാണ് ആമേൻ അവർ സംസാരിക്കുന്നത്. ഹല്ലേലൂയ ആമേൻ മറ്റുള്ളവർ കേൾക്കുമ്പോൾ, ആമേൻ കർത്താവിനെ അറിയാത്തവർ കേൾക്കുമ്പോൾ തന്നെ ആമേൻ അവർ ആമേൻ ചിന്തിക്കത്തക്ക നിലവാരത്തിൽ അവര് ആമേൻ ഈ മനുഷ്യൻ ആമേൻ സഭയിൽ പോകുന്നതല്ലേ, കർത്താവിന് വേണ്ടി നിൽക്കുന്നതല്ലേ എന്നിട്ട് ആമേൻ സംസാരിക്കുന്നത് ഇപ്രകാരമെന്ന് പറയത്തക്ക നിലവാരത്തിൽ, വളരെ ഭോഷത്വമായ നിലവാരത്തിൽ ആമേൻ സംസാരിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരെ കാണുവാൻ സാധിക്കും. ആമേൻ വേണ്ടാത്ത കാര്യങ്ങൾ കാണുന്ന, ആമേൻ വേണ്ടാത്തത് ചിന്തിക്കുന്ന, ആമേൻ വേണ്ടാത്തത് പ്രവർത്തിക്കുന്ന ഒത്തിരി പേരെ കാണുവാൻ സാധിക്കും. ആമേൻ ആ കൂട്ടത്തിൽ ഒരിക്കലും നാം ആയി പോകരുത്. ആമേൻ നമുക്ക് ആമേൻ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകൾ നഷ്ടപ്പെടത്തക്ക നിലവാരത്തിലായിരിക്കരുത് നമ്മുടെ ഓട്ടം. ആമേൻ സ്ഥിരതയോടെ ഓടണം, ആമേൻ വിശ്വസ്തയോടെ ഓടണം. ആമേൻ കഷ്ടങ്ങൾ കടന്നു വന്നാലും ആ കൃപകളെ നഷ്ടപ്പെടുത്തി കളയാതെ, ആമേൻ കൃപകളെ മുറുകെ പിടിച്ചുകൊണ്ട് ആമേൻ ആമേൻ കർത്താവിന് ഹിതപ്രകാരം ഓടുവാൻ, ആമേൻ കർത്താവിന് വചനപ്രകാരം ഓടുവാൻ ആമേൻ നാം ശ്രദ്ധയോടെ ആയിരിക്കണമെന്ന് ആമേൻ വചനത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ ആമേൻ നമ്മുടേതായിട്ടുള്ള ആമേൻ മാനുഷികമായ ചിന്താഗതികൾക്ക് അപ്പുറമായി നമ്മെ കരുതുന്ന നിലത്തിൽ നമ്മുടെ കർത്താവ് ആമേൻ നാം ചിന്തിക്കുന്നതിനും ആമേൻ നാം ആഗ്രഹിക്കുന്നതിനും ആമേൻ അപ്പുറമായി നമ്മെ അനുഗ്രഹിപ്പാൻ, പരിപാലിപ്പാൻ വിശ്വസ്തനായ ദൈവമത്രേ നമ്മുടെ കർത്താവ്. അതുകൊണ്ട് തന്നെ നാം ആയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും നാം വളരെ ശ്രദ്ധിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. ദൈവമക്കളായ നാം ആമേൻ നമ്മുടെ സംസാരം എപ്രകാരം, ആമേൻ നമ്മുടെ വാക്കുകൾ എപ്രകാരം, ആമേൻ നമ്മുടെ ചിന്തകൾ ഏത് രീതിയിൽ, നമ്മുടെ പ്രവൃത്തികൾ ഏത് രീതിയിൽ, ആമേൻ നമ്മുടെ കേൾവി, ആമേൻ നാം കാണുന്നത് ആമേൻ ഒക്കെ എപ്രകാരമായിരിക്കുന്നുവെന്ന് ഒന്ന് ശോധന ചെയ്യേണ്ടത് ഏറെ അത്യാവശ്യമാണ്. പ്രിയ ദൈവജനമേ, ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ബിരുദം നഷ്ടപ്പെടത്തക്ക നിലവാരത്തിലാണോ നാം ഇന്നാളുകളിലായിരിക്കുന്നത്? നമ്മുടെ നാട്ടിലെ ഭൗതിക ജീവിതത്തിൽ നാം ആയിരിക്കുന്നത് ആമേൻ അതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് ആമേൻ ശോധന ചെയ്ത് കർത്താവിന്റെ കൃപയിൽ നിൽക്കുവാൻ ആമേൻ നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് സമർപ്പിക്കാം. ആമേൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ തിരുവചനം, പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം കൊടുക്കുകയും ചെയ്യേണ്ടത് ഏറെ അത്യാവശ്യമാണ് എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. ആമേൻ കർത്താവിന്റെ പൂർണ്ണ വിനയത്തോടെ, ആമേൻ സൗമ്യതയോടെ, ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആമേൻ ഹല്ലേലൂയ ആമേൻ ദീർഘക്ഷമയോടെ ആയിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമുക്ക് എതിരായി ആമേൻ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്തവരോട് ദീർഘക്ഷമ കാണിക്കുവാൻ ആമേൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പ്രിയ ദൈവജനമേ, നാം അല്ല എങ്കിൽ, അങ്ങനെ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആമേൻ നാളുകളിൽ അങ്ങനെ ഒരു നിലവാരത്തിൽ എത്തിച്ചേരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ ആ ഒരു നിലവാരത്തിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിൽ ആമേൻ ഒന്ന് താണിരുന്ന ആമേൻ കർത്താവിന്റെ കൃപകളെ അനുഭവിക്കുവാൻ ആമേൻ പരിശുദ്ധ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ സ്നേഹത്തിൽ അന്യോന്യം പുറത്തുകൊണ്ട് ആമേൻ മുൻപോട്ട് പോകുവാൻ ആമേൻ നാം ആമേൻ ശ്രദ്ധിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ ആമേൻ മറ്റുള്ളവരോട് ആമേൻ ആമേൻ ശത്രുത വെച്ച് പുലർത്തുവാനായിട്ടല്ല കർത്താവ് നമ്മെ ആഗ്രഹിക്കുന്നത്. കർത്താവ് ആമേൻ തന്റെ അവൻ ഓട്ടക്കളത്തിൽ ഓടുവാൻ നമ്മെ വിളിച്ചിരിക്കുമ്പോൾ ആമേൻ പൂർണ്ണമായും കർത്താവിനെ ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആമേൻ ദീർഘക്ഷമയുള്ളവരായി, ആമേൻ മഹാവിനയമുള്ളവരായി, ആമേൻ സ്നേഹമുള്ളവരായി തന്നെ ആമേൻ ആയിരിക്കുന്നത് ഏറെ അത്യാവശ്യമാണ്. ആമേൻ സൗമ്യതയോടെ കർത്താവിന്റെ സന്നിധിയിൽ നടന്നാൽ അവൻ സമാധാന സമൃദ്ധിയിൽ നമ്മെ നടത്തുന്നവരത്രേ നമ്മുടെ കർത്താവ്. അവൻ ശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ സ്ഥിരതയോടെ ഓടി അവൻ ബിരുദം പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അവൻ അതിനായി തന്നെ അവൻ നാം ഒരുക്കമുള്ളവരാകേണ്ടത് ഏറെ അത്യാവശ്യമാണ്. നാം ആയിരിക്കുന്ന അവൻ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഒന്ന് ശോധന ചെയ്ത് തന്നെ മുൻപോട്ട് പോകുവാൻ അവൻ നാം ശ്രദ്ധിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ വെറുതെ നിർവിചാരികളായി അവൻ നമുക്ക് തോന്നിയത് പോലെ അവൻ നടന്ന ഹല്ലേലൂയ നമ്മുടെ നാട്ടിലുള്ള ദൈവിക നന്മകളെ നമുക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്ന അവൻ വാഗ്ദത്തങ്ങളെ നഷ്ടപ്പെടുത്തി കളയാതെ അവൻ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന അവൻ നിത്യരാജ്യം, അവൻ നിത്യജീവൻ അത് നഷ്ടപ്പെടുത്തി കളയാതെ അവൻ അതിനെ പ്രാപിച്ചെടുക്കത്തക്ക നിലവാരത്തിൽ ആ നന്മകളെ ജീവിതത്തിൽ അനുഭവിച്ച
കൊണ്ട് മുന്നോട്ട് പോകുന്ന നിലവാരത്തിൽ തന്നെ ആമേൻ നാളുകളിലായിരിക്കാം ആമേൻ നാം മറന്നു പോകരുത്. നമ്മുടെ കൂട്ടുകെട്ടുകൾ, നമ്മുടെ നാം ആയിരിക്കുന്ന മേഖലകൾ ഒക്കെയും ദൈവഗതത്തിന് യോഗ്യമായിരിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ആമേൻ നാം എവിടെയായിരുന്നാലും അത് ദൈവഗത പ്രകാരമായിരിക്കട്ടെ. ദൈവഗതമില്ലാത്ത പാതകളിൽ സഞ്ചരിപ്പാൻ ഒരിക്കലും നാം ഇഷ്ടപ്പെടരുത്. അവൻ ദൈവഗതമില്ലാത്ത ആമേൻ യാത്രകൾ ചെയ്യുവാൻ, ദൈവഗതമില്ലാത്ത ആമേൻ വ്യക്തി ജീവിതങ്ങളുമായി ബന്ധം പുലർത്തുവാൻ, ആമേൻ ദൈവഗതമില്ലാത്ത സാഹചര്യങ്ങളിലായിരിക്കാം നാം ഒരിക്കലും ആമേൻ ആഗ്രഹിക്കുകയും ചെയ്യരുത്. ആമേൻ അതിനായി ശ്രമിക്കുകയും ചെയ്യരുത്. ആമേൻ അതൊക്കെയും ആമേൻ സ്ഥിരതയോടെ കർത്താവിന് വേണ്ടി ഓടുവാനുള്ള ഓട്ടത്തെ അസ്ഥിരപ്പെടുത്തുന്നതാണ് എന്ന് അവൻ തിരിച്ചറിയേണ്ടത് ഏറെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധി സ്ഥിരതയോടെ ഓടുക, വിശ്വസ്തയോടെ ഓടുക. ആമേൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ അതിനായി തന്നെ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ആമേൻ സമർപ്പിക്കാം. ആമേൻ ദൈവഗത പ്രകാരം തന്നെ മുന്നോട്ടോടാം. ഹല്ലേലൂയ. ആമേൻ സ്ഥിരതയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ആമേൻ ഒരിക്കലും ആമേൻ ദൈവം നമ്മെ